തടയാൻ ബി.ജെ.പിയും കുറയ്ക്കാൻ മൊട്ടയും. രാഹുൽ മാങ്കുട്ടത്തിലിനെ തടയുവാൻ ഇപ്പോൾ ഇതാ പാലക്കാട് രാഹുലിന്റെ ഓഫീസിന് സമീപം കുറെ 4-5 ബി.ജെ.പിക്കാരന്മാർ വന്നു നിന്ന് ബഹളം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ആകെ 6-7 പേര് അവിടെ കൂടിയിട്ടുണ്ട്. രാഹുലിനെ ഞൊട്ടും തടയും എന്നൊക്കെ പറഞ്ഞവർ പ്രതിഷേധിക്കുകയാണ്. ഇവരെ കൊണ്ടുവന്നത് ഈ മൊട്ട അരുണിന്റെ പാർട്ടിയാണെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. വേറെ മാധ്യമപ്രവർത്തകരൊക്കെ അവിടേക്ക് എത്തുന്നതേ ഉള്ളൂ. മൊട്ട അവിടെ വട്ടം കറങ്ങുന്നുണ്ട്. നമുക്കറിയാം, തടയാൻ ബി.ജെ.പിയും കുറയ്ക്കാൻ മൊട്ടയും. നമുക്കറിയാം, ഈ ഒരു വിവാദം ആളിക്കത്തിച്ചത് മുതൽ ഇവന്മാർ എന്തെങ്കിലുമൊക്കെ കുഴിത്തിരുമ്പ് പരിപാടികൾ ഉണ്ടാക്കി ഇതിനെ നാശമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടും ഇതെല്ലാം പൊളിഞ്ഞ് നാണം കെട്ട് നിൽക്കുകയാണ്. ഇന്ന് രാഹുൽ പാലക്കാട്ട് എത്താതിരിക്കുവാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ഓർത്ത് ഇവന്മാർ കാത്തിരിക്കുകയാണ്. ഇവന്മാരുടെ ഈ ഊച്ചാളി സംഘത്തിലെ ആളുകൾ രാഹുലിൻ്റെ പുറകെ മണപ്പിച്ച് നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അവന്മാർ കാത്തിരുന്ന ആരും തന്നെ രാവിലെ അവിടെ പ്രതിഷേധത്തിനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 5-6 പേര് അവിടുത്തെ ബി.ജെ.പിക്കാരന്മാർ ഓടിക്കൂടി. അങ്ങനെ രാഹുലിനെ എങ്ങനെയെങ്കിലും നാണം കെടുത്തി ഓടിച്ചാൽ അവിടെ താമര വിരിയിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഇവന്മാർ. രാഹുലിനെ ഒന്ന് വിരട്ടി വിട്ടാൽ, രാഹുൽ പാലക്കാട് കയറാതെ വന്നാൽ അവിടെ താമര വിരിയുമെന്നാണ് ഇവന്മാർ കരുതുന്നത്. പക്ഷേ പാലക്കാടുള്ള ഈ നാണംകെട്ടവന്മാരുടെ മുഖത്ത് ഈ ഇവന്മാരുടെ ഈ വർഗീയ വിഷം വമിപ്പിക്കുന്ന ഇവന്മാരുടെ മുഖത്തുള്ള കനത്ത അടിയായിരുന്നു രാഹുൽ മാങ്കുട്ടത്തിലിൻ്റെ ആ വിജയം. അന്ന് മുതൽ ഇവന്മാർ എന്തൊക്കെ നാരത്തരങ്ങൾ കാണിക്കാൻ പറ്റുമോ അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്മാർ പമ്മിയിരിക്കുന്നത് ഈ വിഷയത്തിൽ, ഈ പോരിൽ രാഹുൽ വീണാൽ അവിടെ ആ ചെളിക്കുണ്ടിൽ താമര വിരിയിക്കാം എന്ന ഒരു പ്രതീക്ഷയിലാണ് ബി.ജെ.പി നേതൃത്വം. നമുക്കറിയാം, അവിടെ തന്നെയുള്ള ഒരു യുവതിയെ സംബന്ധിച്ചിടത്തോളം അവൾ കാറിക്കൂവി ദേശീയ നേതൃത്വത്തിന്റെ പുറകെ നടക്കുകയായിരുന്നു. തന്നെ ലൈംഗികമായി ഉപദ്രവിച്ച ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. ഉപയോഗിച്ച ശേഷം തന്നെ ഇപ്പോൾ കറിവേപ്പിലയുടെ വില പോലും ഇല്ലാതെ തട്ടിത്തെറിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞ് നടന്ന ഒരു നേതാവ് വരെ ഈ പ്രസ്ഥാനത്തിലുണ്ടെന്ന് ഓർക്കണം. അതെല്ലാം മറന്നാണ് ഇപ്പോൾ രാഹുലിനെതിരെ ചിഹ്നം വിളിച്ച് ഇവന്മാർ ഇറങ്ങിയിരിക്കുന്നത്. രാഹുലെ, യുവന്മാരുടെ ഈ ഊച്ചാളി പീസ് പരിപാടികളൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പാലക്കാട്ടെ ജനങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച സ്ഥാനാർത്ഥിയാണ് നിങ്ങൾ. ഇതുപോലെയുള്ള പേപ്പട്ടികളുടെ, കില്ലപ്പട്ടികളുടെ, അഡ്രസ് ഇല്ലാത്ത നായ്ക്കളുടെ കുരകെട്ട് നിങ്ങൾ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരിക. ഇന്നലെ LDF ആ ഒരു രാഷ്ട്രീയ മാന്യത കാണിച്ചു. അദ്ദേഹം അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചു തടയുവാൻ LDF ഇല്ല എന്ന്. അദ്ദേഹം സധൈര്യം മുന്നോട്ട് വന്നു പറഞ്ഞു. അതിന് കാരണം കൃത്യമായും അവരൊരു പൊളിറ്റിക്കൽ ഒരു ഡീസൻസി ഇവിടെ കാണിച്ചു. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഒരു നാഥനില്ലാത്ത ഒരു കളരി പോലെ ഒരു നേതൃത്വം, ഒരു നിലപാടെടുക്കുവാൻ ആരുമില്ലാത്തത് കൊണ്ടാവണം പാലക്കാട്ടുള്ള കുറെ പാവങ്ങൾ അവിടെ കിടന്ന് കാറി കൂവുന്നുണ്ട്. ആ കാറി കൂവിയാൽ, ഈ പ്രകാരം ഒരു ഷോ നടത്തിയാൽ അവിടെ താമര വിരിയും എന്നാണ് ഈ പാവങ്ങളുടെ ഒരു ധാരണ. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനിരിക്കുന്ന മൊട്ട രാവിലെ തന്നെ അവൻ്റെ കപ്പുമൊക്കെ ആയിട്ട് അവൻ രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. രാഹുലിനെ അവിടെ ഇന്ന് സാധാരണഗതിയിലുള്ള കമന്ററിക്കൊന്നും പഴയ ആവേശമൊന്നുമില്ല. ഇത് അവസാനം ഇത് 3G ആകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവന് വലിയ ആവേശമൊന്നുമില്ല. എന്നാലും ഉള്ളതാട്ടെ എന്ന് കരുതി പാലക്കാട്ടെ ആ ബി.ജെ.പി പ്രവർത്തകർ നടത്തുന്ന ആ പ്രതിഷേധത്തെ ഇവൻ പരമാവധി പൊലിപ്പിച്ച് ആകെ 6-7 പേരേ ഉള്ളൂ എങ്കിലും അതിനെ വലിയൊരു ജനസാഗരം പോലൊക്കെ കാണിക്കുവാൻ ക്യാമറ വെട്ടിച്ച് ആ ആളുകളുള്ളത് മാത്രമൊക്കെ കാണിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കാര്യമായ ആളുകളൊന്നുമില്ല. രാഹുലിനെ തടയുമെന്നും പറഞ്ഞ് രാവിലെ തന്നെ പരിപാടികൾ പട്ടി ഷോ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഇതൊന്നും കണ്ട് ഭയപ്പെടുമെന്ന് കരുതുന്നില്ല. അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ഇന്ന് എത്തും. ഈ നാണം കെട്ടവന്മാർ കുരയ്ക്കട്ടെ, പട്ടി കുരയ്ക്കും, ചവാലി പട്ടികൾ കുരയ്ക്കും, ആന വരുമ്പോൾ ഈ പട്ടികളൊക്കെ കുരയ്ക്കും. പക്ഷേ അത് ആന കാര്യമായിട്ട് ഗൗനിക്കാറില്ല. അടുത്ത് വരുമ്പോൾ എന്ത് ചെയ്യണമെന്നതിന് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവും. അതുകൊണ്ട് ഇത്തരം കുരകളിലും ഓലിയിടലിലും രാഹുൽ ഭയപ്പെടുകയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ ഇന്ന് പാലക്കാട് തന്നെ എത്തും എന്നാണ് വിവരം. ഇതിവന്മാരുടെ തൊഴിലാണ് കുറയ്ക്കുക എന്നത്, അവിടെ വരിക എന്നത് രാഹുലിൻ്റെ കടമയും. അതുകൊണ്ട് വേട്ടപ്പട്ടികൾ
ചവാലികൾ കുറിക്കട്ടെ. രാഹുൽ പക്ഷേ വരിക തന്നെ ചെയ്യും. ഈ അവസരത്തെ മുതലാക്കുവാൻ വേണ്ടി ഞാൻ മുൻപും പറഞ്ഞു, എത്ര ഭീകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോകുന്നത്. ഈ നാട്ടിലെ വ്യഭിചാരികളും കൊള്ളക്കാരും തീവട്ടിക്കൊള്ളക്കാരന്മാരും ചാനൽ തുടങ്ങുക. ഇന്നലെ ഏറ്റവും വലിയൊരു തമാശ നിങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിച്ച് കാണും. വൈകുന്നേരം ഈ മട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനലിൽ ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരുന്ന് ഈ സകലമാന അപവാദങ്ങളും സകലമാന പിറപ്പ് പരിപാടികളും പടച്ചുവിടുന്ന ഈ നാറുകളിരുന്ന് വിചാരണ നടത്തുകയാണ് സൈബർ അറ്റാക്കിനെ കുറിച്ച്. സൈബർ അറ്റാക്കിനെ കുറിച്ച് ഇവർ ചർച്ച ചെയ്യുകയാണ്. അതായത് സകലമാന യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഊഹാപോഹങ്ങൾ വിളിച്ചു പറയുന്ന, വ്യക്തിഹത്യ നടത്തുന്ന, സകലമാന തെണ്ടിത്തങ്ങൾ വിളിച്ചു പറയുന്ന, ഈ നാട്ടിൽ വർഗീയത പടർത്തുന്ന ഈ നാറികൾ ഈ മീറ്റ് ദ ഇഡിയറ്റ്സ് എന്ന ഒരു പരിപാടിയിൽ വന്നിരുന്ന് മരം വെട്ടുകാരനിരുന്ന് ആ മരകൊള്ളക്കാരൻ ജയിലിൽ പോലീസുകാർ കുനിച്ചു നിർത്തി ഇടിച്ച വായിക്കൂടെ പതവരുത്തിയ അന്ന് ഒരു ഉടുതുണിക്ക് മറുതുണിയില്ലാതെ നടന്ന ഈ മരംകൊട്ടക്കാരൻ ഈ ബിനാമി ഇരുന്ന് പറയുകയാണ്, ഇതൊക്കെ വളരെ മോശമാണ്, നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ഇമാരിരുന്ന് ആശ്ചര്യപ്പെടുന്നു, ആശങ്കപ്പെടുന്നു. ഇതിൽ പരം ഒരു ഗതികേട് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകാനുണ്ടോ? ഇത്രയും ആഭാസന്മാരും അധപ്പതിച്ചവരും സാമൂഹ്യ വിരുദ്ധരും ക്രിമിനലുകളും പുട്ടിയടിച്ചിരുന്ന് ഈ മരമുറിക്കാരൻ്റെ കള്ളപ്പണക്കം കൊണ്ടുണ്ടാക്കിയ വേഷവും കെട്ടി മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ വരുത്തി മേക്കപ്പും വെട്ടി ഉമാർ AR VR XR സ്റ്റുഡിയോയിൽ വന്നിരുന്ന് ഈ പെറുക്കികൾ ഇനിയൊക്കെ എന്തൊക്കെ വേഷം കെട്ടിയാലും ഏതൊക്കെ സ്റ്റുഡിയോയിൽ ഇരുന്നാലും പെറുക്കികൾ തന്നെയാണെന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് ഈ വാർത്താ ആഭാസ പരിപാടി സകലമാന പരദൂഷണവും വിളിച്ചു പറയുന്ന ഇവന്മാർ കൂട്ടം കൂടി വട്ടം കൂടി ഇരുന്ന് ആശങ്കപ്പെടുകയാണ്, കേരളത്തിൽ സൈബർ ആക്രമണം വർദ്ധിക്കുന്നു എന്ന്. നാണം കെട്ടവന്മാരെ, നിനക്കൊക്കെ ആ പഴയ ആ മരം കൊള്ളയോ മരത്തിൻ്റെ കൊപ്പൊടിക്കലോ വല്ലോ കള്ളക്കടത്തോ ക്വാറി പരിപാടിയോ ഒക്കെ ആയിട്ട് പോയി കൂടെ? ഈ മാധ്യമ മേഖലയെ ഇതുപോലെ വ്യഭിചരിക്കണോ? ഇതുപോലെ മാധ്യമ വേശ്യാപ്പണി ചെയ്യണോ എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അതുകൊണ്ട് നീയൊക്കെ ഒരു പൊടിക്കടങ്ങുക. നീയൊക്കെ എന്ത് വേഷം കെട്ടിയാലും, നീയൊക്കെ എത്ര വില കൂടിയ കോട്ടിട്ടാലും നിന്നെയൊക്കെ അമേദ്യത്തെക്കാളും ജനങ്ങൾ വെറുക്കുന്നു, അറയ്ക്കുന്നു എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നീയൊക്കെ ഈ കിടന്ന് പണിയെടുക്കുന്നത് വെറുതെയാണ്. ഇവിടുത്തെ സത്യം ആഗ്രഹിക്കുന്ന, സത്യം തേടുന്ന ആളുകൾ സത്യം മനസ്സിലാക്കും. അവർക്ക് ഇവിടുത്തെ എന്താണ് ശരി, എന്താണ് തെറ്റ്, നിൻ്റെയൊക്കെ ഇൻറ്റൻഷൻ എന്താണ്, നിനക്കൊക്കെ അമേദ്യം വാരി തരുന്നതാരാണ്, ആരുടെ തിന്നിട്ടാണ് നീയൊക്കെ കുറയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബുദ്ധി ഈ കേരളത്തിലെ ജനങ്ങൾ, സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞു എന്ന് നീയൊക്കെ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ആഴ്ച നിൻ്റെയൊക്കെ ടാം റേറ്റിംഗ് നോക്കുക. ഈ സോക്കോൾഡ് ഇവിടുത്തെ ചാനലുകൾ കള്ളത്തരം പറഞ്ഞ ഏഷ്യാനെറ്റ്, അതുപോലെ തന്നെ 24-ലെ തീവട്ടിയുടെ ചാനല്, അതുപോലെ തന്നെ മറ്റേ ന്യൂസ് 18 എന്നും പറഞ്ഞാൽ അവൻ്റെ ഒന്നും വീട്ടുകാർ പോലും കാണത്തില്ല. ഇവിടുത്തെ ഒരു ഫേസ്ബുക്ക്, ഒരു സാധാരണ ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൻ്റെ വ്യൂസ് പോലും ഇല്ലാത്ത ഇവന്മാർ പടുകുഴിയിലേക്ക് പോവുകയാണ്. ഇവനൊക്കെ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. ഈ നാട്ടിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റവന്യൂ ഉള്ള ഈ ഒരു നാട്ടിൽ ഇത്രയും ചാനലുകൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നു? ഇത്രയും കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് ഇവന്മാർ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇത് വാർത്താ വ്യവസായം, ഒരു വാർത്താ വ്യഭിചാര ശൃംഖലകൾ ഇവന്മാർ നടത്തുന്നത് ഈ രാഷ്ട്രീയക്കാരന്മാരുടെ കള്ളപ്പണക്കാരന്മാരുടെ കള്ളപ്പണം കൊണ്ടാണെന്നും ഓരോ ദിവസവും ഇവന്മാർ അജണ്ട സെറ്റ് ചെയ്യുകയാണെന്നും ആളുകളുടെ കണ്ണുകളിൽ മൂടലുണ്ടാക്കുവാൻ, ജനങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുവാൻ ഉള്ള പ്രവർത്തനങ്ങളാണ് ഇവന്മാർ നടത്തുന്നതെന്നും പ്രിയപ്പെട്ട ജനങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവന്മാരുടെ ചാനലുകളിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങളെ ടോട്ടലി ഇവന്മാർ കൺഫ്യൂസ് ചെയ്യും. അതുകൊണ്ട് സത്യം തേടുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, സത്യം അറിയുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ കാട്ടുകള്ളന്മാരുടെ ഇത്തരം കോപ്രായങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുക. ഇന്നും ഇവന്മാർ പഠിച്ച പണി 18 നോക്കും. കേക്കച്ചൻ പല രീതിയിലുള്ള കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. വകവരുത്തുവാൻ പോലും ഇവന്മാർക്ക് ശ്രമിക്കും എന്നാണ് അറിവ്. രാഹുലിനെ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ ഒരു മോബ് അറ്റാക്ക് നടത്തി പാലക്കാട്ട് ഇല്ലായ്മ ചെയ്യുവാനുള്ള ശ്രമവും എങ്ങനെയെങ്കിലും വീഴിക്കാനുള്ള ശ്രമവും ഇവന്മാർ അറ്റകൈ പ്രയോഗം നടത്തുവാനും സാധ്യതയുണ്ട് എന്നാണ് വിവരം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുക. രാഹുലിന് പാലക്കാട്ടേക്ക് സധൈര്യം എത്തുവാൻ, സുരക്ഷിതനായി എത്തുവാൻ, അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ക്ഷുദ്രശക്തികളിൽ നിന്നും രക്ഷിക്കുവാൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ITV ന്യൂസ് റിയാക്ട് 48-ൽ നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാം. പ്രതികരണങ്ങൾ തുടരുന്നു. രാഹുലിന് നീതി തേടിയുള്ള ആ മിഷൻ 60-യുടെ 25-ാം ദിനമായ ഇന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. ITV ന്യൂസ് റിയാക്ട് 48 ജനങ്ങളുടെ പ്രതികരണങ്ങൾ.
കണ്ടിങ്ങനെ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഈ കുറെ നമ്മളുടെ ആൾക്കാരുടെ പ്രതികരണങ്ങൾ ഇപ്പൊ കേട്ടു. രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ എത്തിയതിനെ കുറിച്ച് സന്തോഷം കൊണ്ട് അവരുടെ വാക്കുകളിൽ കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോ രാഹുലിന് പോലും ആർക്കും ചിന്തിച്ചെടുക്കാൻ പറ്റാത്ത വിധം ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ജനങ്ങൾ ഇത്രമാത്രം എങ്ങനെ ഒത്തുകൂടി അവരുടെ വികാരങ്ങളും വിചാരങ്ങളും സങ്കടങ്ങളും അതെല്ലാം ഇപ്പൊ ഈ നിമിഷത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഞാനിപ്പോ കേട്ടത് ഒരു 87 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ. ആ അപ്പൂപ്പൻ കരയുകയാണോ ചിരിക്കുകയാണോ സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് രാഹുൽ മാങ്കൂട്ടം കേരള നിയമസഭയിൽ എത്തിയെന്ന വിവരം അറിഞ്ഞ് ആ അപ്പൂപ്പൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ കരുതി വെച്ചിരുന്ന ചില്ലി പൈസകളെല്ലാം എൻ്റെ മോന് വേണ്ടി ഞാൻ നേർച്ചയിട്ട് പ്രാർത്ഥിച്ച് അവൻ നിയമസഭയിൽ എത്തണമേ എന്ന്. ആ എത്തിയ സന്തോഷം, ആ പ്രാർത്ഥനയുടെ വാക്കുകൾ ഈ കേരളത്തിലെ ജനങ്ങൾ വളരെ പച്ചയായി വ്യക്തമായി കൃത്യമായി ബോധ്യപ്പെടുന്ന വിധം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തെക്കുറിച്ച് ജനവികാരം വ്യക്തമാക്കി ലോകത്തോട് വിളിച്ചു പറയാൻ ഇവിടുത്തെ മുഖ്യധാര ഈ മാധ്യമ പ്രവർത്തകരാരും രംഗത്തില്ല. ഇവരുടെ പണി എന്താണെന്നറിയാമോ? ഈ കരിമണൽ കർത്തായുടെ മാസപ്പടി ലിസ്റ്റിനകത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പത്രമാധ്യമ പ്രവർത്തകരും പത്ര കമ്പനിക്കാരും മാസപ്പടി വർഷങ്ങളായി കോഴികൾ ഇതേപോലെ സമ്പന്ന വർഗത്തിന്റെ കയ്യിൽ നിന്നും വാങ്ങി ഇവരൊക്കെ തിന്നു സുഖിച്ചു അങ്ങനെ വിളയാടുന്ന ഒരു വിഭാഗമാണ് മുഖ്യധാര രാഷ്ട്രീയ ഈ മാധ്യമ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും. അപ്പോ സമ്പന്ന വർഗത്തിന്റെ കയ്യിൽ നിന്നും പണം വാങ്ങുന്ന മുഖ്യധാര ഈ മാധ്യമ പ്രവർത്തകര് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അപഖ്യാതി പറഞ്ഞുണ്ടാക്കിയ സകലതിനെയും ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഇവരുടെ പത്രങ്ങളോ ഇവരുടെ ചാനലുകളോ നമ്മളുടെ പാവപ്പെട്ട ജനങ്ങൾ ഒരു കാരണവശാലും ഉൾക്കൊള്ളരുത്. വ്യാജമായ വാർത്തകൾ നാട്ടിൽ പരത്തി ഈ നാടിനെയും 3.5 കോടി ജനങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതിന് ഈ പത്രപ്രവർത്തകരും പത്ര കമ്പനിക്കാരും പത്ര മുതലാളിമാരുമാണ് ഇവിടെ ഈ സർവനാശത്തിനും ഈ രാഷ്ട്രീയ ക്രൂര മൃഗങ്ങൾക്ക് കൂട്ടുനിന്ന് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പച്ചയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ സാറേ, അടുത്ത നമ്മുടെ ഉദ്യമം ഇവിടെ ഇപ്പം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നല്ലതുപോലെ മനസ്സിൽ കുറിച്ചിട്ടോ. അതായത് ഇവിടെ നടന്നതും ഇവര് നടത്താൻ ഉദ്ദേശിച്ചതും ഇപ്പൊ പൊളിഞ്ഞ് പാളീഷായി രംഗത്ത് നമുക്ക് ബോധ്യപ്പെടുന്നതുമായ പച്ചയായ സത്യം, അടുത്ത കാലത്ത് തൃക്കാർക്കരയിലും ചേലക്കരയിലും പാലക്കാട്ടും നിലമ്പൂരും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ KPCCയുടെ തലപ്പത്ത് ഇന്ന് നിലനിൽക്കുന്ന കടക്കിഴവന്മാർ ഈ നാലിടത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിൽ യുവാക്കൾ യുവതലമുറകൾ രാഹുൽ മാങ്കൂട്ടം മുതൽ ഷാഫി പറമ്പി മുതലുള്ള സകല യുവാക്കളുടെയും ഒരു മുന്നേറ്റം ഈ കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തിന്റെ പിണറായിയുടെ ദുർഭരണത്തിനെതിരെ ശക്തമായ ഒരു മുന്നേറ്റം കോൺഗ്രസിൽ യുവതലമുറയിൽ കണ്ട, കോൺഗ്രസിനെ ഈ കണ്ട കാലം ഇത്രയും നശിപ്പിച്ച് തിന്നുമുടിപ്പിച്ച് സ്വന്തം കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ചു കൂട്ടിയ ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും VD സതീശനും മാത്രമല്ല, വീണ്ടും കേരളത്തിൽ UDFന് അധികാരം കിട്ടും. അങ്ങനെ അധികാരം കിട്ടിയാൽ ഈ കടക്കടവന്മാർ കോൺഗ്രസിനെ നശിപ്പിച്ച ഈ കള്ളന്മാർ ഈ മുതുകളവന്മാർക്ക് ഈ യുവതലമുറ വളർന്നു വന്നാൽ അധികാരം കിട്ടത്തില്ല. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ പുതിയതായി വളർന്നു വന്ന യുവാക്കളെ ഒന്നടങ്കം സൈഡ് ലൈൻ ചെയ്ത് കഴിഞ്ഞാലേ അധികാരം കിട്ടുമ്പോൾ ഇവനൊക്കെ വീണ്ടും മന്ത്രിസ്ഥാനവും അധികാരം കിട്ടൂ എന്ന് മനസ്സിലാക്കി ഈ പുതു യുവാക്കളെ ആണും പെണ്ണുമായ കോൺഗ്രസിലെ യുവാക്കളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമാണ് ഇവിടെ നമ്മൾ കണ്ടത്. അതാണ് കോൺഗ്രസിൽ നടക്കുന്നത്.
അപ്പോ ഇപ്പോഴും ഈ കഴവന്മാർക്ക് അധികാരം കിട്ടാൻ വേണ്ടി യുവാക്കളെ ഇല്ലായ്മ ചെയ്യാൻ രാഹുൽ മാങ്കൂട്ടത്തിലൂടെ കണ്ടതാണ്. അതാണ് ഇവിടെ നടന്നത്. അതാണ് ഇവർ ഉദ്ദേശിച്ചത്. അതിൽ ഈ പറയുന്ന KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും തുടങ്ങിയ PJ കുര്യൻ അങ്ങനെ തുടങ്ങിയ ഇവരൊക്കെയാണ് ഈ സംഭവത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിലും പല മുതിർന്നവന്മാർക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ വേണ്ടി യുവാക്കളെ ഒതുക്കുന്നതാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അതാണ് ഇവർ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ നാട്ടിൽ നല്ലൊരു ഭരണം കാഴ്ചവെച്ച ഉമ്മൻചാണ്ടിയെ തീർത്തവർ VM സുധീരൻ, TN പ്രതാപൻ, VD സതീശൻ ഈ തുടങ്ങിയ ഹരിത നേതാക്കന്മാരും ഇനി കേരളത്തിൽ ഇടം പിടിക്കാൻ നോക്കണ്ട എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്ന മെസ്സേജ്. ഹരിത നേതാക്കന്മാർ, ഹരിത MLA മാർ, ഉമ്മൻചാണ്ടിയെ തീർത്തവർ VD സതീശനും TN പ്രതാപനും VM സുധീരനും തുടങ്ങിയവർ ഉമ്മൻചാണ്ടിയെ തീർത്തു പിണറായി വിജയന് കളമൊരുക്കി. വീണ്ടും ഇവനൊക്കെ എവന്റെയൊക്കെ കാര്യം സാധിക്കാൻ വേണ്ടി യുവാക്കൾക്ക് കേരളത്തിൽ കോൺഗ്രസിൽ ഇടം കൊടുക്കാതെ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്നതിന് അതിശക്തമായി അവര് നിലകൊള്ളുമെന്ന് കണ്ട് അപ്പോ അവർക്കുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്ന് കണക്കുകൂട്ടി ഇവന്മാർ തന്നെ കോൺഗ്രസിനെ നശിപ്പിച്ച ഉമ്മൻചാണ്ടിയുടെ തുടർഭരണത്തെ ഇല്ലാതാക്കിയ VM സുധീരന്റെയും ഹരിത MLA മാരുടെയും ഒരുത്തന്റെ ആവശ്യം കേരളത്തിൽ കോൺഗ്രസിന് ഇനി ആവശ്യമില്ലെന്നുള്ള മെസ്സേജാണ് ഇന്ന് കേരള ജനത രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലെത്തിയതിലൂടെ കേരളത്തിന് കൊടുക്കുന്ന മെസ്സേജ്. അതുകൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി നിലകൊണ്ടവന്മാർ കോൺഗ്രസിനെ നശിപ്പിച്ചു. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ഈ പിണറായി വിജയന്റെ ഭരണത്തിന് കൊണ്ടുചെന്ന് കുരുതി കൊടുത്തത് നമ്മൾക്ക് കൃത്യമായി അറിയാം. ഉമ്മൻചാണ്ടി ആരൊക്കെ ദ്രോഹിച്ചോ, ഉമ്മൻചാണ്ടി ആരൊക്കെയാണ് തുടർഭരണത്തിൽ നിന്നും അകറ്റി നിർത്തിയത്, അവർക്കൊന്നും പഴയ ആ ഒരു ഇമേജ് ജനങ്ങളുടെ മനസ്സിൽ VM സുധീരനെ കുറിച്ച് ഒരു നല്ല അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ഏത് തരം ഉമ്മൻചാണ്ടിയെ വേട്ടയാടി VM സുധീരൻ എന്ന പച്ചയായ സത്യമാണ്. ഈ പറയുന്ന VD സതീശൻ എങ്ങനെ വേട്ടയാടി ഹരിത MLA മാര് തുടങ്ങിയ കുറെ എണ്ണം, ആ കുറെ കോൺഗ്രസിന്റെ മുന്നിൽ നിന്നിട്ടുള്ളവന്മാര് ഇനി ഉമ്മൻചാണ്ടിയെ തുടർഭരണത്തിൽ നിന്നും അകറ്റിയവന്മാര് ഇനി കേരളത്തിൽ എവിടെ നിന്നാലും അവനെയൊക്കെ ജനം ഒരു കാരണവശാലും നിലം തൊടിയിക്കാതെ തോൽപ്പിക്കുന്നതിനുള്ള ദൗത്യം I2I ചാനൽ സുനിൽ സാർ ഏറ്റെടുക്കണം. ജനലക്ഷങ്ങൾ, ജനകോടികൾ രാഷ്ട്രീയത്തിനും ജാതിമത ചിന്താഗതിക്കും അതീതമായി ഈ നാടിനെ രക്ഷപ്പെടുത്താൻ നിലകൊള്ളുന്നതിന് വേണ്ടുന്ന നേതൃത്വം ഈ ചാനലിലൂടെ സുനിൽ സാർ ഏറ്റെടുക്കണം. അതുകൊണ്ട് യുവാക്കളെ ഒഴിവാക്കാൻ വേണ്ടി ഇവന്മാർ കടക്കിഴവന്മാർ നടത്തിയ ഒരു പരമചറ്റത്തരമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അതാണ് സുനിൽ സാറേ സത്യം. ശരി, വളരെയധികം സന്തോഷമുണ്ട്. അടുത്തതായിട്ട് ഇനി നമ്മൾക്ക് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ടേക്ക് എത്തുന്നതാണ് നമ്മൾക്ക് കാണാൻ നമ്മൾ കാത്തിരിക്കുന്നത്. നന്ദിയുണ്ട് സാറേ, ബിഗ് സല്യൂട്ട്. നമ്മുടെ ആദ്യ ദൗത്യം പൂർത്തീകരിച്ചു. അടുത്ത പ്രയാണം നമ്മൾ തുടരുക. ഒരു കാരണവശാലും ഇവന്മാരാരും അടുത്ത തെരഞ്ഞെടുപ്പിൽ ടിക്കറ്റ് പോലും ആവശ്യപ്പെടുന്ന, മത്സരിക്കാൻ സാധ്യത വേണം, അവസരം വേണമെന്ന് പറയാൻ പോലും മുന്നോട്ട് വരാത്ത വിധം ഇവന്മാരെ സമൂഹത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഇല്ലായ്മ ചെയ്തേ പറ്റൂ. അതിനായുള്ള ദൗത്യം നമ്മൾ ഏറ്റെടുക്കണം. നമസ്കാരം സാറേ, നന്ദി, വളരെ സന്തോഷം. I2I News, an eye for truth. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.